ഒരു ചീറ്റിപ്പോയ കഥ പറയാം. പ്രേക്ഷക വിധി പ്രകാരം നോറയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷെ മുഴുവൻ പുറത്താക്കിയില്ല, പകുതി മാത്രമേ പുറത്താക്കിയുള്ളൂ. ഒരു ഇരുണ്ട മുറിക്കകത്തേക്ക് കൊണ്ടുപോയി ചോറ് കൊടുത്തിട്ട് ഒരു പുതിയ വേഷവും കെട്ടിച്ച് അകത്തേക്ക് വീണ്ടും കടത്തിവിടുകയാണ്. ഗാർഡൻ ഏരിയയിലേക്കാണ് നോറ വരുന്നത്. നോറ പ്രേതവേഷം കിട്ടി ആടുവാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നോറ തന്നെ പറയുന്നുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴേ പിടികിട്ടില്ലേ, പക്ഷേ ബിഗ് ബോസിന് ഒരേ ഒരു വാശി, വീട്ടുകാരെ ഒന്ന് പേടിപ്പിക്കണമെന്ന്. പ്രേത സിനിമയിലെ പുതുമഴയായി പെയ്തു ഞാൻ എന്നുള്ള പാട്ട് പാതിരാത്രിയിൽ ആ വീട്ടിനകത്ത് മുഴങ്ങിയപ്പോൾ പെട്ടെന്നൊന്ന് അങ്കലാപ്പിലായി. എന്നാൽ ആദ്യം തന്നെ അതിനകത്ത് സിജോയാണെന്ന് തോന്നുന്നു വിളിച്ചു പറഞ്ഞു നോറയാണ് മടങ്ങി വരുന്നത്. എന്നാൽ സായിക്ക് നോറയുമുണ്ട് നന്ദനയുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവർ നോക്കി നിൽക്കുമ്പോൾ നോറ ഗാർഡൻ ഏരിയയിൽ കൂടി പ്രേതമായിട്ട് നടന്നു പോവുകയാണ്. നടപ്പ് കണ്ടപ്പോഴേ എല്ലാവരും പറഞ്ഞു അത് നോറ തന്നെയാണ്, നോറ തന്നെയാണ്. സായി പറഞ്ഞു അപ്പുറത്തെ വഴിയിൽ കൂടി നന്ദനയും വരുന്നുണ്ട്. ഗാർഡൻ ഏരിയയിലേക്കുള്ള പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നോറ ഒരു സോഫയിൽ പോയി കുത്തിയിരിക്കുകയാണ്, പുതച്ചുമൂടി. അവർ പുതപ്പ് മാറ്റി നോറയെ പോടിപ്പരക്കകത്ത് കയറി എന്ന് പറഞ്ഞ് നോറയെ ഓടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആകെ ചമ്മി നാറിയ നോറ പറയുകയാണ്, ഞാൻ അപ്പോഴേ ബിഗ് ബോസിനോട് പറഞ്ഞതാ ഞാൻ പ്രേതവേഷം കിട്ടിയാൽ ശരിയാവൂല എന്ന്. പക്ഷെ ബിഗ് ബോസിന് ഭയങ്കര വാശിയായിരുന്നു. എന്തായാലും വലിയ സംഭവമാക്കി ബിഗ് ബോസ് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചൊരു കാര്യം 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി ഒന്നുകൂടി വീണ്ടും ചോദിക്കുവാനൊരു ചോദ്യമുണ്ട്, ഇതിന്റെയൊക്കെ സൂത്രധാരൻ ആരാണാവോ? ഇത്ര മാരകമായ ട്വിസ്റ്റുകളൊക്കെ ആരുടെ തലയ്ക്കകത്താണോ പൊട്ടിവിടരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. സാധാരണ സീക്രട്ട് റൂമിനകത്തേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ അതിനകത്ത് ഇരിക്കുകയും വീട്ടുകാരുടെ ചർച്ചകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. നോറയാകട്ടെ കഷ്ടിച്ച് 1 മണിക്കൂർ പോലും ആ മുറിക്കകത്ത് ഇരുന്നുമില്ല. വീട്ടുകാരുടെ ദൃശ്യങ്ങൾ കാണുവാൻ വേണ്ടി ഒരു TV ആ മുറിക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെഡ്ഫോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോണിൽ കൂടി നോറയെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ അതിനകത്തുള്ളവർ പറയും എന്ന് പ്രതീക്ഷിച്ചാണ് നോറ ഇങ്ങനെ ജാഗ്രതയോടെ കാണുവാനും കേൾക്കുവാനും കാത്തിരുന്നത്. പക്ഷേ നോറ പുറത്തു പോയെങ്കിലും കമാന്നൊരക്ഷരം നോറയെക്കുറിച്ച് അവിടെ ആരും സംസാരിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കുറഞ്ഞപക്ഷം ജാസ്മിനും സിജോയുമെങ്കിലും നോറയുടെ പുറത്താകലിനെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നോറയ്ക്ക് മടങ്ങി വരുമ്പോൾ ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാനോ അത് വെച്ച് ഗെയിം കളിക്കാനോ ഉള്ള ഒന്നും തന്നെ ആരുടെയും വായിലൊന്നും വന്നില്ല. എന്തായാലും പ്രേക്ഷകരെ കളിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ കെട്ടിയാടുമ്പോൾ അത് നല്ല രീതിയിൽ ആടുവാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തകർന്നടിഞ്ഞ് പാളീസായി പോകാനുള്ള സാധ്യതകളുണ്ട്.